നിന്ന് NBFC സ്ഥാപനമാണ്. അതെ, അങ്ങ് പറഞ്ഞോളൂ. ഒരാളൊരു കാര്യം സീരിയസ് ആയിട്ട് പറഞ്ഞോണ്ടിരിക്കും, കൊളാർത്താനം പറയരുത്. സോറി സാർ. ഇത് പറയുന്നത് എന്നെ സഹായിക്കണ്ട അങ്ങ് പറഞ്ഞോളൂ. ആ മോളിങ്ങനെ പലപ്പോഴും എക്സൈറ്റഡ് ആവും. അത് ചെറിയൊരു പ്രശ്നം കണ്ടെടുത്തോളേ, ചെറിയൊരു പ്രശ്നമല്ല. 50 ലക്ഷം വെച്ച് എടുത്തു എന്നാണ്. അപ്പൊ ആ പൈസയിൽ 4 ലക്ഷമേ റീപേ ചെയ്തു ഇതേ റിപ്പോർട്ടിൽ പറയുന്നില്ലേ? പിന്നെ ഇങ്ങനെ ലോൺ എടുത്തിട്ടില്ല. ഞാൻ സംസാരിക്കാനില്ല എന്ന കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്തൊരു കുരിശാടാ ഇത്. അല്ല ഇത് എന്റെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ആ ഇഷ്ടം ഓപ്റ്റ് ചെയ്യുന്നു സാർ. മിക്കവാറും നാളത്തെ പടവാൾ ഒരു തലക്ക് കലക്കും. ഇല്ല, അത് ശരിയല്ല. അങ്ങേ കാണിച്ചതുണ്ടല്ലോ, അതാണ് ബാലിശം. എന്തായാലും ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, മേലിൽ എന്നോട് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞു. അതാണ് ബാലിശം. ഞാൻ ഈ ചർച്ച തുടങ്ങിയ ശേഷം എത്ര തവണ ഇദ്ദേഹം ഇടപെട്ടു? എത്ര തവണ ഒരു കൈപ്പഴ പറ്റിപ്പോയി. ഞാൻ പലപ്പോഴും കൈയുർത്തി കാണിക്കാണ് ചെയ്യാറ്. അങ്ങ് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും കൈയുർത്തി കാണിക്കാണ്. അങ്ങ് ഒരു നിമിഷം പറയുമ്പോൾ പിന്നീട് മാധുവിന് പറയാനുള്ളത് എന്ന് പറഞ്ഞു പറയുന്നു. അല്ല, അങ്ങനെ ഞാൻ ഇടപെട്ട സമയം ഞാൻ പിൻവലിച്ചു. ബാക്കി 2 മിനിറ്റ് അധികം തരാം. രോഹിണി ആ കൂടെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. രോഹിണിക്ക് എന്നെ അടിക്കണം, 1 2 അടിച്ചോ. പക്ഷേ എനിക്ക് ഈ പറയുന്ന സമയത്തിന്റെ ഔദാര്യത്തിന്റെ ആവശ്യമില്ല. ഇതിനകത്ത് SFIയുടെ റിപ്പോർട്ടിൽ 98ാമത്തെ പേജിൽ കൃത്യമായി അങ്ങയോട് ഇവിടെ നേരത്തെ ഈ ചർച്ചയിലിരുന്ന ഒരാൾ പറഞ്ഞു, പുച്ഛിച്ച് ചിരിക്കുകയല്ല ഒരു കാര്യം ശരിയാവൂല. അല്ല, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പറയണല്ലോ എന്നെ കേൾക്കണം. എന്താണ് ഇത്? നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയൂ. നിങ്ങൾ മറുപടി നിങ്ങളെ രണ്ടുപേരെ ഞാൻ എന്റെ ഡിയർ ഫ്രണ്ട്സ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ഏതടാ ഈ കഴുത മോനൻ? ഒന്നും വിചാരിക്കരുത്, ചിറ്റയുടെ മോന്. ചിറ്റയുടെ മോൻ. ഞാൻ എന്റെ വിയോജിപ്പില്ല. തമാശ കോമഡി കുറയ്ക്കട്ടെ, കുറയ്ക്കുന്ന പട്ടി കടിക്കില്ല. ഞാൻ എന്റെ ഊഴത്തിലേ ചിരിക്കുന്നുള്ളൂ. ശരി, അങ്ങ് ചിരിക്കോ കരയോ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. താല്പര്യമാണത്. അത് എംപവർ എന്ന് പറയുന്ന ഒരു NBFC കമ്പനി അത് കൊടുത്തത് ഈ കരാർ ഒപ്പിടുന്നതിനും 2 വർഷം മുമ്പ്. എന്തിനാണ് കൊടുത്തത്? പാലക്കാട്ട് നിന്ന് വീശുന്ന ഒരു പ്രത്യേകതരം കാറ്റിന്റെ സമ്പർക്കം മൂലമാണെന്ന് വിചാരിച്ചാൽ എന്തിനാണ് കൊടുത്തത്? ലോൺ ആവശ്യപ്പെടുന്നു, അവർ ലോൺ കൊടുക്കുന്നു. എന്താണ് ബന്ധം? ഉണ്ട് മറുത്തോട് ഉരുള വാങ്ങുന്നു, എണ്ണി മറുത്തോട് കാശ് വാങ്ങുന്നു. കാരണന്മാര് പറഞ്ഞ വളരെ ശരിയാ. ഈ കമ്പനിയുമായി യാതൊരു കരാറിലും ഏർപ്പെട്ടിട്ടില്ല. ഈ വീണയും ശശിധരൻ കൃത്യമായി ബന്ധപ്പെട്ട് ഒരു ഇടപാടുകളും നടന്നിട്ടില്ല. എന്തിനാണ് ലോൺ കൊടുത്തത്? അതായത് കരിമണൽ കർത്ത എന്ന് പറയുന്ന ഇത്രയധികം വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭാഷ പ്രകാരം വെറുക്കപ്പെട്ടവൻ എന്നൊക്കെ നേതാക്കൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാരകളെ നമുക്ക് വെക്കാനും ഒരു സ്ഥാപനത്തിൽ നിന്ന് എന്തിനാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് ലോൺ കിട്ടിയത് എന്ന കാര്യം വിശദീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇൻട്രസ്റ്റോട് കൂടിയാണോ കൊടുത്തത് ലോൺ? അതെനിക്കറിയില്ല. സെൻസേഷൻ ഉണ്ടാക്കണം, പിന്നെ കോൺട്രവേഴ്സി, വിവാദങ്ങൾ, എന്നാലേ പെട്ടെന്ന് ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റും. എന്നിട്ട് എത്ര ബാക്കി കൊടുത്തു? എത്ര തിരിച്ചു കൊടുത്തു? ലോൺ റീപേയ്മെന്റ് ആണ്. കടം വാങ്ങി തിരിച്ചു കൊടുക്കണ്ടേ? നായി നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. നായിക്കോലം കെട്ടിയാ കുറയ്ക്കണോന്നുണ്ട് പഴഞ്ചൊല്ല്. നായിന്റെ മോനെ നായേന്ന് വിളിച്ച നായിക്കുണ്ടോ നാണം എന്നും ഉണ്ട് ഒരു പഴഞ്ചൊല്ല്. നായിന്റെ മോനെ എന്നൊരു പഴഞ്ചൊല്ല്. അതല്ലേ ഈ സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിൽ രസകരമായ ഒരു കഥ ഞാൻ പറയാം. പ്രശ്നം മീനാക്ഷി, ഇവിടെ പ്രശ്നമൊന്നുമില്ല. എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നല്ലോ. രാവിലെ ശശിധരൻ കർത്ത രാവിലെ പ്രാഥമിക കൃത്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം ഓഫീസിൽ പോകുമ്പോൾ അദ്ദേഹത്തോട് ഒരാൾ പറയുന്നു, അതെ ഒരു എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്, അവര് ഈ IT കൺസൾട്ടൻസി രംഗത്തൊക്കെ വളരെ അങ്ങനെ അല്ല എന്നാണ് പറയപ്പെടുന്നത്, വളരെ പ്രാഗൽഭ്യമുള്ള ഒരു കമ്പനിയാണ്, അവരിൽ നിന്ന് നമുക്ക് കൺസൾട്ടൻസി കരാർ വാങ്ങാം. ഓ അങ്ങനെയോ എന്ന് ചോദിച്ചിട്ട് ഈ കരാർ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ഇതുപോലുള്ള 3-4 കാൽവാരികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകും. ഇല്ലാതെ അത് G വീണ് ഇതൊക്കെ വളരെ ട്രിവിയലൈസേഷൻ ആണ്. വളരെ മോശമാണ്. വളരെ മോശമാണ്. എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട. SFIയുടെ റിപ്പോർട്ട് ആധികാരികമാണെന്ന് അങ്ങേക്ക് അഭിപ്രായമുണ്ടോ? SFIയുടെ റിപ്പോർട്ടാണെങ്കിൽ കഴിഞ്ഞ ദിവസം അങ്ങ് പറഞ്ഞു ഇത് സെലക്റ്റീവ് ആയി കൊടുക്കുന്നതാണെന്ന്.
അതായത് മുഴുവനില്ല. ഈറ്റേച്ച പറയുന്നത്. SFIയുടെ റിപ്പോർട്ട് ആധികാരികമാണെന്നൊരു അഭിപ്രായം അങ്ങേക്കില്ല. എസ്എഫ്ഐയുടെ കംപ്ലൈന്റ് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് അല്ല, അധികാരി പക്ഷെ അത് മുഴുവനായിട്ടുള്ളതല്ല, അത് സെലക്ടീവായി കൊടുത്താണെന്ന് അങ്ങ് കഴിഞ്ഞ ദിവസം എന്നോട് മീഡിയ സംസാരിച്ചു. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഓരോ മൊഴികളും ശരി, കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ നമ്മുടെ മുന്നിലുള്ള ഒരു വന്നിരിക്കുന്ന ഒരു വിവരവും, അത് പ്രിന്റഡ് കോപ്പി ആണെങ്കിൽ അങ്ങനെ, സർക്കാർ ഡോക്യുമെന്റ് ആണെങ്കിൽ അങ്ങനെ, അതല്ല അന്വേഷണ റിപ്പോർട്ട് ആണെങ്കിൽ അങ്ങനെ, പത്രമാധ്യമ റിപ്പോർട്ട് ആണെങ്കിൽ അങ്ങനെ, ഇതൊന്നും ഇപ്പൊ ആധികാരികമെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഇതിൽ നാളെ കോടതി ഒരു വിധി പറയുകയാണെങ്കിൽ മാത്രമാണ്. നമ്മൾ ഇവിടെ പകുതി വൃത്തത്തിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് പുറത്തു വരുന്ന വാർത്തകളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ പരിപാടി ഇവിടെ നിർത്തി വെച്ചിട്ട് നാളെ കോടതി വിധി വന്നതിന് ശേഷം മാത്രം ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാം എന്നുള്ളതായിരിക്കും എടുക്കാൻ പറ്റുന്ന നിലപാട്. അപ്പൊ ഞാൻ ബാക്കി പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ അങ്ങേക്ക് ഒരു വാക്കുപോലും ഉന്നയിക്കാനുണ്ടായിരുന്നില്ല. ഞാൻ മനോരമയുടെ റിപ്പോർട്ട് ഞാൻ സാറിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആലോചിച്ച് സമയമെടുത്ത് കസ്റ്റമർ കെയർ വിളിച്ച് പറഞ്ഞാൽ മതി. അവരതിനാണല്ലോ അവിടെ ഇരിക്കുന്നത്. മനോരമയുടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. അവിടെ ഞങ്ങൾ ഇഡിക്ക് കൊടുത്ത മൊഴി എന്ന് പറയുമ്പോൾ അത് സമ്മതിക്കാൻ പറ്റില്ല. ഞാൻ മനോരമയുടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാണല്ലോ തുടങ്ങിയത്. അപ്പൊ അങ്ങ് അതിൽ ആധികാരികമായി പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. അത് അങ്ങ് പറയേണ്ടെന്ന് എനിക്ക് പറയാൻ അറിയാം പ്രേക്ഷകരോട്. ഈ തെണ്ടികളൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്? ശരി, അപ്പോ അല്ല, നിങ്ങൾ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് രണ്ടുപേരും കൂടി എന്തൊക്കെയോ പറയുന്ന സമയത്ത് മറ്റുള്ളവർ പറയുന്നതിലൊന്നും ഒരു ആധികാരികതയും ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു തരം പരിപാടി. അടവുകളൊന്നും ശത്രു സംഹാരത്തിന് വേണ്ടി പ്രയോഗിക്കേണ്ടി വരരുതേ കളരി ദൈവങ്ങളെ എന്നാണ് എന്റെ പ്രാർത്ഥന. പക്ഷേ ലക്ഷണം കണ്ടിട്ട് എന്നെ കൊണ്ട് ഇവന്മാരിത് ചെയ്യിക്കും എന്നാണ് തോന്നുന്നത്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.